ക്രിസ്തുയേശുവിലവർക്കും സ്നേഹവന്ദനം. എബ്രായർക്കെഴുതിയ ലേഖനം 3:15 ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്നെഴുതിയിരിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ യഹൂദ ക്രിസ്ത്യാനികൾ വിശ്വാസം ഉപേക്ഷിച്ച് യഹൂദ മതത്തിലേക്ക് പോകുവാനുള്ള പ്രലോഭനമുണ്ടായി. യേശുക്രിസ്തു ദൂതന്മാരെക്കാളും മോശയെക്കാളും ശ്രേഷ്ഠൻ എന്ന് തെളിയിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ഉറപ്പിച്ചു നിർത്തുവാൻ പ്രേരിപ്പിക്കുക എന്നതാണ് എബ്രായ ലേഖകന്റെ ഉദ്ദേശം. അവിശ്വാസം മൂലം മോശയുടെ കാലത്തെ ഇസ്രായേൽ മരുഭൂമിയിൽ വീണുപോയതുപോലെ നാമും വീണുപോകുവാൻ ഇടവരരുത്. കനാൻ ലക്ഷ്യമാക്കി നീങ്ങിയ ഇസ്രായേൽ ജനം കാദേശിൽ പാർക്കുമ്പോൾ ജനത്തിന് കുടിക്കുവാൻ വെള്ളം ലഭിക്കാത്തതിനാൽ അവർ മോശയെയും അഹരോനും വിരോധമായി അവരോട് വഴക്കിട്ടു. യഹോവ നമ്മുടെ ഇടയിലുണ്ടോ എന്ന സംശയം അവർക്കുണ്ടായി. ദൈവത്തോടുള്ള പരീക്ഷയും കലഹവും കാരണം ആ തലമുറയിലെ 20 വയസ്സിന് മുകളിലുള്ളവർ കനാൻ ദേശത്ത് കടന്നില്ല. മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെടുകയും ചെങ്കടൽ കടന്ന് സ്വർഗത്തിൽ നിന്നുള്ള മന്ന ഭക്ഷിച്ച് എന്നിട്ടും അവിശ്വാസ നിമിത്തം അവർ സ്വസ്ഥതയിൽ കടന്നില്ല. എബ്രായ ലേഖനം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ ശബ്ദമെന്ന് കേൾക്കുമ്പോൾ ഹൃദയം കഠിനമാക്കി പിന്നോട്ട് പോയാൽ സ്വസ്ഥത നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കുക. രക്ഷിക്കപ്പെടാത്ത വ്യക്തി സുവിശേഷം കേൾക്കുമ്പോൾ വിശ്വാസം പിന്നീടാകട്ടെ എന്ന് ചിന്തിച്ചാൽ ഹൃദയം കഠിനമാകും. കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വാസമായി പരിണമിച്ചവർക്ക് രക്ഷയായി തീർന്നു. ക്രിസ്തുയേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരുവനെ സംബന്ധിച്ചിടത്തോളം തന്നിലുള്ള ഏതെങ്കിലും പാപസ്വഭാവം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ഇന്നാണ്. അങ്ങനെ ചെയ്യാതിരുന്നാൽ കർത്താവിൽ നിന്നുള്ള ആശ്വാസവും സന്തോഷവും അനുഗ്രഹവും നഷ്ടപ്പെടുവാനിടയായിത്തീരും. അവിശ്വാസികൾ സുവിശേഷം കേട്ട് യേശുവിനോട് ചേരുവാൻ ഇന്നാണ് ഉത്തമമായ ദിവസം. രക്ഷിക്കപ്പെട്ടവർ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുകയും ചെയ്യേണ്ട നല്ല ദിവസം എന്നാണ്. ദൈവശബ്ദം തിരിച്ചറിയുകയും കർത്താവിൻ്റെ സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കും പ്രവേശിക്കുക. കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.